ഹായ് ഫ്രണ്ട്സ്, റൊമാൻസ് ഇൻ ദി ഹൗസിന്റെ 6ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് മിറയുടെ അമ്മയാണ്. കഴിഞ്ഞ ദിവസം സംഭവിച്ചതൊന്നും ഓർക്കാതിരിക്കാൻ മിറയുടെ അമ്മ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു. അനിയന്റെ റൂമെല്ലാം വൃത്തിയാക്കി അവന്റെ ഡ്രസ്സ് എല്ലാം മടക്കി വെക്കുന്നു. മിറയുടെ റൂമെല്ലാം ക്ലീൻ ആണ്. അവിടെ ഒന്നും തനിക്ക് വൃത്തിയാക്കാനില്ല എന്ന് മിറയുടെ അമ്മ ചിന്തിക്കുന്നു. ഇനി എന്തടുത്ത പണിയെടുക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് മിറയുടെ അമ്മ മെഡലിനെ കാണുന്നത്. എന്നാ പിന്നെ മെഡലിനെ തന്നെ വൃത്തിയാക്കാമെന്ന് വെച്ച് മെഡലിനെ തേച്ചൊരച്ച് കുളിപ്പിക്കുന്നു. പിന്നെ ചെയ്യാൻ പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് മിറയുടെ അമ്മ വില്ലയുടെ മുറ്റം തൂത്തു. എന്നാൽ ഇതെല്ലാം ലാൻഡ് ലോഡിന്റെ ഉത്തരവാദിത്വമാണെന്നും ഇവിടെ താമസിക്കുന്നവരൊന്നും ഇത് ചെയ്യണ്ട എന്ന് മിറയുടെ അച്ഛൻ പറഞ്ഞ് അമ്മയെ കളിയാക്കി. എന്നാൽ ഇത് മാത്രമല്ല, അതും ലാൻഡ് ലോഡിന്റെ ഉത്തരവാദിത്വമാണെന്ന് മിറയുടെ അമ്മ പറഞ്ഞു. വില്ലയിൽ താമസിക്കുന്നവരുടെ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മറ്റൊരാൾ വന്ന് ക്രോസായി കാർ പാർക്ക് ചെയ്തിരിക്കുന്നു. അത് കാരണം എന്നും മിറ വൈകിയാണ് ജോലിക്ക് പോകുന്നത്. അതും കൂടി ശരിയാക്കണമെന്ന് പറഞ്ഞ് മിറയുടെ അമ്മ അവിടെ നിന്ന് പോയി. പിന്നീട് കാണുന്നത് മിറയെയാണ്. സൂപ്പർ മാർക്കറ്റിൽ ഓരോ സാധനങ്ങൾ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് മിറ. ആ സമയം മിറയെ സഹായിക്കാൻ ജയ എത്തി. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് മിറ ജയനോട് ചോദിച്ചു. ഇതുവരെ പോയപ്പോൾ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ തോന്നിയെന്ന് ജയ് മറുപടി പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് മിറ അവിടെ നിന്ന് പോയി. മിറയും ജയും ആകെപ്പാടെ ബ്ലഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് വില്ലയുടെ മുന്നിൽ നിന്ന് വഴക്കുണ്ടാക്കുന്ന ഗ്രാൻഡ്മേനെയാണ്. തന്റെ കൊച്ചുമോന്റെ ടാലന്റ് ഷോ തുടങ്ങാൻ സമയമായി, ഈ കാർ എടുത്ത് മാറ്റാനെന്നും പറഞ്ഞ് ഗ്രാൻഡ്മ കാർ ഓണറെ വഴക്ക് പറയുന്നു. എന്നാൽ ആരാണ് തന്റെ കാറിന് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് കാർ ഓണർ ദേഷ്യപ്പെടുന്നു. നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ ലാൻഡ് ലോഡിനോട് സംസാരിക്കൂ, ഇപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമായി പോകണമെന്ന് ഗ്രാൻഡ്മ പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ ലാൻഡ് ലോഡിനെ വിളിക്കാൻ കാർ ഓണർ പറയുന്നു. ലാൻഡ് ലോഡ് ഇവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് ജിൻ അയാളോട് സംസാരിക്കാൻ വന്നു. ഈ ഒട്ടിച്ചേക്കുന്നതാണോ? അത് ഞാൻ പറഞ്ഞിട്ടാണ് ഒട്ടിച്ചതെന്ന് ജിൻ പറഞ്ഞു. അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് പാർക്കിംഗ് വയലേഷൻ ആണ് അവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ആ ഒരു ഷേപ്പിൽ ഒട്ടിച്ചത് മിറയുടെ സഹോദരനും. കൂടുതൽ ഭംഗിയായി പോയോ എന്ന് മിറയുടെ സഹോദരൻ തിരക്കി. നിങ്ങൾ ഇവിടെയാണ് കാർ പാർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ഈ വില്ലയിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് ഈ കംപ്ലൈന്റ് ചെയ്തത്, അതുകൊണ്ട് അതിനൊരു തീരുമാനം എടുക്കണമെന്ന് ജിൻ പറഞ്ഞു. ഞാൻ ആരാന്ന് നിനക്കറിയില്ല, എന്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, എത്ര വലിയ സെറ്റിൽമെന്റും എന്നെ കൊണ്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് കാർ ഓണർ അയാളുടെ കോട്ട് അഴിക്കുന്നു. പിന്നീട് കാണുന്നത് ജിൻ കാർ ഓണറിനെ പിടിച്ച് കാറിൽ ചേർത്ത് നിർത്തിയിരിക്കുന്നതാണ്. എന്തിനാണ് എന്റെ വില്ലയിൽ കാർ പാർക്ക് ചെയ്യുന്നത് എന്ന് ജിൻ അയാളോട് തിരക്കി. ഞാൻ 1-2 വട്ടമേ പാർക്ക് ചെയ്തിട്ടുള്ളൂ, ആ സമയം ഇവിടെ ആരും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പാർക്ക് ചെയ്തത്. ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല, എന്നെ വെറുതെ വിടണമെന്ന് കാർ ഓണർ പറഞ്ഞു. ഇവിടെ താമസിക്കുന്ന ആർക്കും ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്, ഇവിടെ ഉള്ളവരോട് നല്ല രീതിയിൽ പെരുമാറണം. നിനക്ക് എത്ര രൂപയാണ് സെറ്റിൽമെന്റിന് വേണ്ടതെന്ന് ജിൻ തിരക്കി. എനിക്കൊന്നും വേണ്ട, ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോവാണെന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് നമ്മൾ കാണുന്നത് സുന്ദരി ആന്റിയെയാണ്. മിറയുടെ അമ്മയോട് സംസാരിക്കാൻ സുന്ദരി ആന്റി എത്തി. ജിന്നല്ല തന്നെ ചതിച്ച് പ്രഗ്നന്റ് ആക്കിയതെന്ന് സുന്ദരി ആന്റി പറഞ്ഞു. സുന്ദരി ആന്റി വിശദമായി കാര്യങ്ങൾ സംസാരിച്ചു. തായ്ലൻഡിൽ വെച്ച് ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു. തായ്ലൻഡിൽ വെച്ച് ഞാൻ ആദ്യമായി പരിചയപ്പെട്ട ഒരു കൊറിയൻ അത് ജിന്നായിരുന്നു. പിന്നീട് സുന്ദരി ആന്റിയുടെയും ജിന്നിന്റെയും ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഒരാളെ സ്നേഹിച്ച് അയാളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ഞാൻ ഇവിടം വരെ യാത്ര ചെയ്തു വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്നെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഞാൻ കൊറിയൻ സംസാരിച്ചിട്ട് ഒരുപാട് നാളായി, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. ഇനി നിങ്ങൾ നിങ്ങളെ കുറിച്ച് പറയാൻ സുന്ദരി ആന്റി ജിന്നിനോട് പറഞ്ഞു. എന്നാൽ ഒന്നും പറയാതെ ജിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പിന്നീട് പ്രസന്റ് സീനാണ് കാണിക്കുന്നത്. ഞാൻ എന്തിനാണ് ഈ ഫോട്ടോ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയാമോ? എന്റെ കുഞ്ഞിന്റെ ഓർമ്മയ്ക്ക് ഈ ഒരു ഫോട്ടോയേ ഉള്ളൂ. ആ സമയം സുന്ദരി ആന്റി പ്രഗ്നന്റ് ആയിരുന്നു. പ്രഗ്നന്റ് ആയ സമയത്തായിരുന്നു സുന്ദരി ആന്റിയും ജിന്ന ഫോട്ടോ എടുത്തത്. കുഞ്ഞിന്റെ ഓർമ്മയ്ക്ക് സുന്ദരി ആന്റിയുടെ കൈ ആ ഒരു ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അത് സൂക്ഷിച്ചു വെച്ചതെന്ന് സുന്ദരി ആന്റി പറയുന്നു. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ് അയാൾ ഓടിപ്പോയി. എനിക്ക് തിരിച്ച് കൊറിയയിലേക്ക് വരേണ്ടി വന്നു. എന്നാൽ എനിക്ക് ടിക്കറ്റ് അഫോർഡ് ചെയ്യാൻ സാധിച്ചില്ല, അതിനാൽ എനിക്കൊരു സ്ട്രിപ്പറായി ജോലി ചെയ്യേണ്ടി വന്നു. എന്നാൽ ജിൻ എന്നെ വഴക്ക് പറഞ്ഞു. ജിന്നിന്റെ കയ്യിലുള്ള അവസാന സമ്പാദ്യം തനിക്ക് തന്നിട്ട് കൊറിയയിലേക്ക് തിരിച്ചു പോവാൻ ജിൻ പറഞ്ഞു. ഇത് ഞാൻ നിനക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, തെറ്റായ ഒരാളെ തിരഞ്ഞെടുത്തത് മൂലം തന്റെ കുട്ടികളെ കഷ്ടപ്പെട്ട് നോക്കുന്ന ഒരു സ്ത്രീയെ തനിക്കറിയാം, അവരെ ഓർത്തിട്ടാണ് ഞാൻ ഈ പൈസ തരുന്നതെന്ന് ജിൻ പറയുന്നു. എനിക്ക് ഉറപ്പാണ് അത് മിറയുടെ അമ്മയെ കുറിച്ചാണ് പറഞ്ഞതെന്ന് സുന്ദരി ആന്റി പറഞ്ഞു. ജിൻ എന്താണ് അവിടെ ചെയ്തത്, ജിന്നിന് എന്താണ് ജോലിയെന്ന് മിറയുടെ അമ്മ തിരക്കി. ഞാനത് പറഞ്ഞ ജിൻ എന്നെ കൊന്നുകളയുമെന്ന് സുന്ദരി ആന്റി പറഞ്ഞു. മിറയുടെ അമ്മ നിർബന്ധിച്ച് അവസാനം സുന്ദരി ആന്റിക്ക് പറയേണ്ടി വന്നു. സുന്ദരി ആന്റി ഒരു ബോക്സ് എടുത്തുകൊണ്ട് വന്ന് അതിന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് മിറയുടെ അമ്മയ്ക്ക് നൽകി. അത് ജിന്നിന്റെ ഫോട്ടോ ആയിരുന്നു. ജിൻ ആ ഫോട്ടോയിൽ ഹീൽസ് ആയിരുന്നു ഇട്ടിരുന്നത്. ഹീൽസ് വിൽക്കുന്നതായിരുന്നു ജിന്നിന്റെ ജോലി. നല്ല രീതിയിൽ തന്നെ ഹീൽസ് ഇട്ട് ജിൻ നടക്കുമായിരുന്നു. അത് കണ്ട് ഇംപ്രസ് ആയവർ ആ ഹീൽസ് ഒക്കെ മേടിക്കുമായിരുന്നു. നല്ല രീതിക്ക് തന്നെ ബിസിനസ് നടന്നിരുന്നു. ആ സമയത്താണ് താൻ ഈ ഫോട്ടോ എടുത്തതെന്ന് സുന്ദരി ആന്റി പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജിന്നിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറ്റിയ മിറയുടെ സഹോദരനെയാണ്. സഹോദരനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു മിറ സഹോദരനെ ജിന്നിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് അയച്ചത്. എന്നാൽ ഇത് മിറയും ജിന്നും മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ, അമ്മ ഇത് അറിഞ്ഞിരുന്നില്ല. അമ്മ ഇനി അറിയുമ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് വഴിയെ കാണാം. ഇവിടെ ഇപ്പൊ നമ്മൾ ആമ്പിള്ളേര് മാത്രമേ ഉള്ളൂ, അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാമെന്നും പറഞ്ഞ് ജിന്നിന്റെ സഹോദരൻ ഡാൻസ് കളിക്കുന്നു. എവിടെ നിന്നാണ് ഞാൻ ഇവനെ ശരിയാക്കേണ്ടതെന്ന് ജിൻ ചിന്തിക്കുന്നു. മിറയുടെ സഹോദരൻ ഡ്രസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അവൻ അച്ഛനോട് ചോദിച്ച് അച്ഛന്റെ ഒരു ഡ്രസ് എടുത്തിടാൻ പോയി. എന്നാൽ ആ ഷെൽഫിൽ ജിൻ എന്തോ ഒളിപ്പിച്ചു വെച്ചിരുന്നു. മിറയുടെ സഹോദരൻ
അത് കണ്ടാലോ എന്നോർത്ത് പെട്ടെന്ന് തന്നെ ജിൻ അങ്ങോട്ടേക്ക് വന്ന് ഡ്രസ്സ് എടുത്തു കൊടുത്തു. അമ്മയ്ക്ക് കുറച്ച് അച്ഛനോട് സ്നേഹമുണ്ട്, അച്ഛൻ ഒരിക്കലും പരിശ്രമം വിടരുതെന്ന് മിറയുടെ സഹോദരൻ പറയുന്നു. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ജിൻ തിരക്കി. ഇല്ല, നിങ്ങൾ എന്ന് എന്റെ റോൾ മോഡൽ ആണെന്ന് സഹോദരൻ മറുപടി പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജിന്നിനെയും ടാക്സ് അക്കൗണ്ടന്റിനെയും ആണ്. ടാക്സ് അക്കൗണ്ടന്റ് ആകെ ടെൻഷനിലാണ്. മിറയുടെ അമ്മ ജിന്നിനോട് എന്തെങ്കിലും പറഞ്ഞു എന്നോർത്താണ് ടാക്സ് അക്കൗണ്ടന്റ് ടെൻഷൻ. എന്താണ് വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം എടുക്കാതിരുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ടാക്സ് അക്കൗണ്ടന്റ് ജിന്നിനോട് ചോദിച്ചു. അതെ, കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നതെന്ന് ജിൻ മറുപടി പറഞ്ഞു. മിറയുടെ അമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്ന് അക്കൗണ്ടന്റ് ചോദിക്കുന്നു. പറയുവല്ല, ഞാൻ കണ്ടുപിടിക്കുകയാണ് ചെയ്തതെന്ന് ജിൻ മറുപടി പറഞ്ഞു. ടാക്സ് അക്കൗണ്ടന്റ് ആകെ ടെൻഷനിലായി. എന്താണ് കണ്ടുപിടിച്ചതെന്ന് അക്കൗണ്ടന്റ് വെപ്രാളത്തിൽ തിരക്കി. അവളുടെ ജലസാണെന്ന് ജിൻ മറുപടി നൽകി. അപ്പോഴാണ് അക്കൗണ്ടന്റിന് സമാധാനമായത്. അങ്ങനെ ജിൻ നേരെ മിറയുടെ അമ്മയെ കാണാനെത്തി. മിറയുടെ അമ്മയ്ക്ക് ഒരുപാട് സാധനങ്ങൾ ജിൻ കൊടുത്തു. അമ്മയുടെ ഫേവറേറ്റ് സ്നാക്സ്, സ്വെറ്റർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. നമ്മുടെ മക്കളെ നോക്കി നീ ഒരുപാട് ടയേർഡായി, ഇനിയെങ്കിലും നീ നിന്റെ കാര്യത്തിൽ കുറച്ച് കെയർ ചെയ്യാൻ ജിൻ പറഞ്ഞു. അവർ രണ്ടുപേരും വില്ലയിലേക്ക് നടന്നു. നീ എന്നെ വിവാഹം കഴിക്കാമോ എന്ന് ജിൻ മിറയുടെ അമ്മയോട് തിരക്കി. പെട്ടെന്ന് അമ്മയുടെ കാല് വേദനിച്ചു. ജിൻ പെട്ടെന്ന് തന്നെ മിറയുടെ അമ്മയെ ചെയറിലിരുത്തി. കാലിനുള്ള ട്രീറ്റ്മെന്റ് നീ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടോ? ഞാൻ വേറൊരു ഷൂസ് മേടിച്ചു തന്ന നീ അതിടുവോ എന്നൊക്കെ ജിൻ തിരക്കി. എന്നാൽ അതിനൊരു മറുപടി പറയാതെ, ഷൂസ് എന്ന് നിങ്ങൾക്കൊരു ട്രോമയായിരിക്കും എന്നും പറഞ്ഞ് മിറയുടെ അമ്മ ചിരിക്കുന്നു. തായ്ലൻഡിലെ ജിന്നിന്റെ ജോലി അതല്ലായിരുന്നു. അത് പറഞ്ഞ് കളിയാക്കിയാണ് അമ്മ ചിരിച്ചത്. നിന്റെ ഈ ചിരി കണ്ടിട്ട് എത്ര നാളായി, ഞാനിത് ശരിക്കും മിസ് ചെയ്തു എന്ന് ജിൻ പറഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് മിറയെയാണ്. മിറ തായ്ലൻഡിലേക്ക് പോകാൻ വേണ്ടി 2 ടിക്കറ്റ് ബുക്ക് ചെയ്തു. അമ്മയും മിറയുമായി ഒരു വെക്കേഷന് പോകാനാണ് മിറയുടെ പ്ലാൻ. ഇപ്പോഴേ അനിയന്റെ കാര്യം പറയണോ അതോ തായ്ലൻഡിൽ എത്തിയതിനു ശേഷം പറഞ്ഞാൽ മതിയോ എന്ന് മിറ ചിന്തിക്കുന്നു. ആ സമയം അങ്ങോട്ടേക്ക് അമ്മ എത്തി. അമ്മയോട് മിറ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ വെക്കേഷന് പോവാണ്, ഈ ഫ്രൈഡേ തന്നെ പോവും, തായ്ലൻഡിലാണ് പോകുന്നത്, ടിക്കറ്റ് ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്ന് മിറ പറഞ്ഞു. എന്ന അമ്മ അതിനൊന്നും സമ്മതിക്കുന്നില്ല. മിറയോട് ഒറ്റയ്ക്ക് പോയി വരാൻ അമ്മ പറയുന്നു. എന്നാൽ പറ്റില്ല എന്നും ഫ്രൈഡേ തന്നെ നമ്മൾ പോവും, സഹോദരനോട് ഞാൻ സംസാരിച്ചോളാം എന്ന് മിറ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മിറയുടെ സീനിയർ മിറയോട് സംസാരിക്കുന്നതാണ്. മിറയുടെ ലീവ് ക്യാൻസൽ ചെയ്യണം, ഫ്രൈഡേ തന്നെയാണ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതെന്ന് സീനിയർ പറയുന്നു. തനിക്ക് ലീവ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, പകരം നമുക്ക് തേഴ്സ്ഡേ ലോഞ്ച് ചെയ്യാമെന്ന് സീനിയറിനോട് മിറ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. തേഴ്സ്ഡേയിലേക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടി മിറ ഓടി നടന്ന് പണിയെടുക്കുന്നു. അങ്ങനെ ആകെപ്പാടെ മിറ ടയേർഡായി. വണ്ടിയിൽ ബോധം കെട്ടുകിടന്നുറങ്ങുന്ന മിറയെ ജെ വിളിച്ചെണീപ്പിക്കുന്നു. ഞാനൊരു നാപ്പ് എടുത്തതാണെന്ന് മിറ ജെയിനോട് പറയുന്നു. തനിക്ക് കുറച്ച് തിരക്കുണ്ട്, താൻ പോട്ടെ എന്ന് മിറ പറയുന്നു. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ജെ ചോദിച്ചു. അതിനെന്താ, കേറിക്കോളാൻ മിറ പറയുന്നു. എന്നാൽ ജെയ്ക്ക് ഡ്രൈവ് ചെയ്ത് മിറ സേഫ് ആക്കാനായിരുന്നു തന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ജെ തിരക്കിയത്. അങ്ങനെ ജെ മിറയെ സേഫായി വീട്ടിലേക്ക് എത്തിക്കുന്നു. വീട്ടിലേക്ക് എത്തിയ മിറയോട് അമ്മ സംസാരിക്കുന്നു. എന്തിനാ ഇങ്ങനെ ഓവർ ടൈമായി ജോലി ചെയ്യുന്നത്, നീ കുറച്ചെങ്കിലും നിന്റെ ഹെൽത്ത് നോക്ക്, പൈസയൊക്കെ നമുക്ക് പിന്നെ സമ്പാദിക്കാം, നിന്റെ കാര്യം കൂടെ നോക്കാൻ മിറയുടെ അമ്മ പറയുന്നു. നീ ഒരുപാട് പൈസ ഇപ്പൊ ടിക്കറ്റിന് മുടക്കി കഴിഞ്ഞു, അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് അമ്മ പറയുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അമ്മയോട് ചോദിക്കണമായിരുന്നു, അമ്മയ്ക്ക് ട്രിപ്പ് പോകാൻ താല്പര്യമില്ലേ എന്ന് മിറ തിരക്കി. നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, എനിക്കിഷ്ടമാ, നമുക്ക് അവിടെ പോയി കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കണം, അവിടുന്ന് ഒരുപാട് ഡ്രസ്സൊക്കെ മേടിക്കണം, നമുക്ക് ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാമെന്ന് മിറയുടെ അമ്മ പറയുന്നു. അപ്പോഴാണ് ശരിക്കും മിറയെ ഹാപ്പി ആയത്. പിന്നീട് നമ്മൾ കാണുന്നത് ജെയെയാണ്. സിഇഒ ജെയ്ക്കൊരു ഡ്രസ്സൊക്കെ അയച്ചു കൊടുക്കുന്നു. അത് ഇട്ടുകൊണ്ട് ജെ ഒരു ഫ്യൂണറലിനെത്തി. J+ലെ ചെയർമാന്റെ ഫ്യൂണറലായിരുന്നു അവിടെ നടന്നിരുന്നത്. ജെയെ കുറിച്ച് അവിടെ ഉള്ളവർ മോശമായി സംസാരിക്കുന്നു. അവൻ കുഞ്ഞിലെ തന്നെ വീട് വിട്ടിറങ്ങിയതാണ്. അന്ന് മുതലേ നാം ഫാമിലിക്ക് അവനൊരു തലവേദനയാണ്. അവന്റെ ജനനം തന്നെ നാം ഫാമിലിയെ ട്രബിളിലാക്കിയിട്ടുള്ളൂ എന്ന് അവിടെ വന്നവർ സംസാരിക്കുന്നു. ഇതെല്ലാം ജെയും കേൾക്കുന്നുണ്ടായിരുന്നു. ജെയെ ചടങ്ങുകൾ ചെയ്യാൻ അച്ഛൻ വിളിക്കുന്നു. ചടങ്ങുകൾ ചെയ്തതിന് ശേഷം ഏതാണ് അച്ഛൻ, ഇതാണോ അതോ ഇതോ എന്ന് ജെ തിരക്കി. ജെ അവിടുന്ന് ദേഷ്യപ്പെട്ടിറങ്ങി. ശരിക്കും ജെ സിഇഒന്റെ മകനല്ല, സിഇഒന്റെ സഹോദരനാണ്. ജെയും സിഇഒയും ചെയർമാന്റെ മക്കളാണ്. എന്നാൽ എന്തോ ഒരു കാരണം കൊണ്ട് സിഇഒ ജെനെ തന്റെ മകനായിട്ടാണ് വളർത്തിയത്. എന്താണ് കാരണമെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് മിറയുടെ സഹോദരനെയും അമ്മയുമാണ്. നീ എന്തിനാണ് അച്ഛന്റെ അടുത്ത് നിൽക്കുന്നതെന്ന് മിറയുടെ അമ്മ തിരക്കി. അവിടെ ഒഴിഞ്ഞ ഒരുപാട് റൂമുണ്ട്, ഞാൻ ഇത്ര നാളും അമ്മയുടെ കൂടെ അല്ലേ നിന്നത്, കുറച്ച് നാളിൽ ഞാൻ അച്ഛന്റെ കൂടെ നിന്നോട്ടെ എന്ന് സഹോദരൻ ചോദിച്ചു. ഞാൻ അതിന് സമ്മതിക്കാം, നിന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ന് അമ്മ മറുപടി നൽകി. അപ്പോഴാണ് താൻ സ്കൂൾ ഡ്രോപ്പ് ചെയ്ത കാര്യം സഹോദരൻ അമ്മയോട് പറയുന്നത്. മിറയാണ് തന്നെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതെന്ന് സഹോദരൻ അമ്മയോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മിറയും കൊളീഗ്സും ഡ്രിങ്ക്സ് അടിക്കുന്നതാണ്. പുതിയൊരു സ്റ്റോൾ തുടങ്ങിയതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. അങ്ങനെ ഡ്രിങ്ക്സ് അടി എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് മിറ ജെനെ കാണുന്നത്. ജെ ഡ്രിങ്ക്സ് അടിച്ച് വഴി കിടക്കുകയായിരുന്നു. ഇന്ന് സംഭവിച്ചതൊക്കെ ഓർത്ത് ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി കിടക്കുകയാണ് ജെ. ജെന്റെ അടുത്തേക്ക് മിറ ഓടിയെത്തി. ജെനെ എഴുന്നേപ്പിച്ച് നിന്റെ അഡ്രസ് എവിടെയാ, നിന്നെ അവിടെ കൊണ്ടുവിടാമെന്നൊക്കെ മിറ ജെനോട് പറയുന്നു. എന്നാൽ ജെ അതിനൊന്നും മറുപടി പറയുന്നില്ല. നീ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് വളർന്നത്, ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ്, ഞാൻ എന്റെ ഫാമിലിയെ കുറിച്ച് തീരെ കെയർ ചെയ്യുന്നില്ല,
എല്ലാം ഉപേക്ഷിച്ച് എനിക്ക് എവിടെയെങ്കിലും പോയാൽ മതിയെന്നും പറഞ്ഞ് ജെ മിറയുടെ തോളത്ത് വീണു. ഇത് നിന്റെ വീടല്ല, എണീക്ക് എണീക്ക് എന്നൊക്കെ പറഞ്ഞ മിറ ജെനെ എണീപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ ജെ എണീക്കുന്ന ഭാവമില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുന്ന മിറയുടെ അച്ഛനെയും അമ്മയുമാണ്. മിറയുടെ സഹോദരനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടാണോ ഇത്രയ്ക്കും ഡ്രിങ്ക്സ് അടിക്കുന്നതെന്ന് ജിൻ തിരക്കുന്നു. അവനോട് ഞാൻ സംസാരിച്ച് ശരിയാക്കാം, നീ വിഷമിക്കേണ്ട എന്ന് ജിൻ അമ്മയോട് പറയുന്നു. ഞാൻ അവനെ കുറിച്ചല്ല, എനിക്ക് എന്നെ കുറിച്ച് ഓർത്തിട്ടാണ് വിഷമം എന്ന് മിറയുടെ അമ്മ പറയുന്നു. മിറ പെട്ടെന്ന് അങ്ങ് വളർന്നുപോയി. എന്നാൽ മിറയുടെ സഹോദരൻ തീരെ വളർന്നിട്ടില്ല എന്ന് മിറയുടെ അമ്മ പറഞ്ഞ് വിഷമിക്കുന്നു. ഇതിനെല്ലാം കാരണം ഞാനാണ്. ഞാൻ അവന്റെ പഠിത്തമൊന്നും ശ്രദ്ധിച്ചില്ല. 4 വർഷം മിറ അവന്റെ ഫീസ് അടച്ചു. ഞാൻ അവനെ ശ്രദ്ധിക്കണമായിരുന്നു. ഒരമ്മയാവാൻ എനിക്ക് ഒരു അർഹതയുമില്ല എന്നും പറഞ്ഞ് മിറയുടെ അമ്മ കരയുന്നു. ജിന്നിനെ എങ്ങനെ അമ്മയെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല. നീ നല്ല രീതിക്കാണ് നമ്മുടെ മക്കളെ വളർത്തിയത്, എന്നാൽ ഇതെല്ലാം എന്റെ തെറ്റാണെന്ന് ജിൻ പറയുന്നു. അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾക്ക് നാളെ ട്രിപ്പ് പോവാനുള്ളതല്ലേ, വീട്ടിൽ കൊണ്ടാക്കാമെന്ന് ജിൻ പറയുന്നു. എനിക്ക് എന്റെ മിറയെ ഫേസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് മിറയുടെ അമ്മ കരഞ്ഞ റോഡിലിരിക്കുന്നു. എന്നാൽ നീ എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വാ, അവിടെ ഒരുപാട് മുറിയുണ്ട്, ഞാൻ നിലത്ത് മാത്രമേ കിടക്കുള്ളൂ എന്ന് ജിൻ മിറയുടെ അമ്മയോട് പറയുന്നു. നിങ്ങൾ എത്ര വേണേലും നിലത്ത് കിടന്നോ, ഞാൻ പക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല എന്ന് മിറയുടെ അമ്മ പറഞ്ഞു. ഞാൻ ആ ഹോട്ടലിൽ താമസിച്ചോളാം എന്നും പറഞ്ഞ് മിറയുടെ അമ്മ അങ്ങോട്ടേക്ക് പോകുന്നു. ജെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് ജെ ഒരു ഹോട്ടലിലേക്ക് ആക്കാമെന്ന് മിറ ചിന്തിക്കുന്നു. അമ്മ പോയ അതേ ഹോട്ടലിലേക്കാണ് മിറയും ചെന്നത്. 4 പേരും ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടുന്നു. നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ച് മിറ ദേഷ്യപ്പെടുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നും പറഞ്ഞ് ജിൻ മിറയുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾ ഒന്നും പറയണ്ടെന്നും പറഞ്ഞ് മിറ ദേഷ്യപ്പെടുന്നു. അപ്പോഴാണ് ജയ്ക്ക് ബോധം വരുന്നത്. എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാമെന്നും പറഞ്ഞ് ജയ് മുന്നോട്ട് വരുന്നു. അപ്പോഴേക്കും ദേഷ്യപ്പെട്ട അമ്മ അവരുടെ നേരെ ഓടിയെടുത്തു. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മിറ തന്റെ അമ്മയെയും എക്സ് ഹസ്ബൻഡിനെയും ഒരുമിച്ച് ഹോട്ടലിൽ കണ്ടിരിക്കുകയാണ്. അതേപോലെ അമ്മ തന്റെ മകളെയും ഒരു പയ്യനെയും കൂടെ ഹോട്ടലിൽ കണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ. അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.